എല്ലാ കുട്ടികൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടേംസ് എന്ന് നോക്കാം. Terms related to body movements. So the movements in general at synovial joints are divided into 4 main category. നമ്മുടെ synovial jointsൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് നമ്മൾ 4 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നാമത്തതാണ് ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റ്, സെക്കൻഡ് വൺ ഈസ് ആംഗുലർ മൂവ്മെൻറ്റ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് റൊട്ടേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ സ്പെഷ്യൽ മൂവ്മെൻറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നാമത്തെ ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാം. Gliding movement, relatively flat surface, move back and forth and from side to side with respect to one another. The angle between articulating bonds does not change significantly. അതായത് നമ്മുടെ ഈ ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നത് എവിടെയാണ്, ഫ്ലാറ്റ് സർഫസിലാണ്. ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ബാക്ക് ആൻഡ് ഫോർത്ത് ആൻഡ് ഫ്രം സൈഡ് ടു സൈഡ് പൊസിഷനിലൂടെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ അതിൽ നമുക്ക് പറയാം സാക്രോ ഇലിയാക് ജോയിൻറ്റ്സ് ഈ ഒരു ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്. പിന്നെ പറയാം നമുക്ക് അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിൻറ്റ്സ് ഓഫ് ദ ഷോൾഡർ, ദെൻ ഫെമറൽ പാറ്റലർ ജോയിൻറ്റ്, തിബിയോ ഫിബുലാർ ജോയിൻറ്റ്, വെർട്ടിബ്രൽ കോസ്റ്റൽ, സ്റ്റെർണോ കോസ്റ്റൽ ജോയിൻറ്റ് ഓഫ് ദ റിബ്സ്. ദ ലാസ്റ്റ് വൺ ഈസ് ഇൻ്റർ വെർട്ടിബ്രൽ ജോയിൻറ്റ്സ് ഓഫ് ദ സ്പൈൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. ഈ ഒരു ആർട്ടിക്കുലേറ്റീവ് ബോൺസിൻ്റെ ഇടയിൽ അവിടെ ആംഗിളിന് ഒരു വ്യത്യാസവും നടക്കാതെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത്. സോ ആ ഒരു പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് സെക്കൻഡ് മൂവ്മെൻറ്റിലോട്ട് പോകാം. That one is the angular movement. Angle between articulating bonds decrease or increase. In flexion, there is decrease in angle between articulating bonds, and in extension, there is increase in angle between articulating bonds. And then lateral flexion is movement of trunk sideways to the right or left at the waist. Adduction is movement of bone towards midline, whereas abduction is movement of bone away from the midline. നമ്മുടെ ആംഗുലർ മൂവ്മെൻറ്റിൽ നോക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിക്കുലേറ്റിംഗ് ബോൺസിൽ അവിടുത്തെ ആംഗിളിന് ചേഞ്ച് ഉണ്ടാകാം. മേ ബി അത് കൂടുകയും ചെയ്യാം, പിന്നെ എന്ത് ചെയ്യാം, കുറയാനും ചാൻസ് ഉണ്ട്. ഫ്ലെക്ഷനിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ ആർട്ടിക്കുലേറ്റീവ് ബോൺസിൻ്റെ ഇടയിൽ ആംഗിൾ എന്ത് ചെയ്യുന്നു, കുറയുന്നു. നോട്ട് ദ പോയിന്റ്. ആൻഡ് ദ ഓപ്പോസിറ്റ് വൺ ഈസ് ദ എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ എങ്ങനെയായിരിക്കും, ഈ ഒരു ആർട്ടിക്കുലേറ്റീവ് ബോൺസിൽ എങ്ങനെയും ആംഗിൾ കൂടുകയും ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആംഗിൾ കൂടുന്നു. ഫ്ലെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആംഗിൾ കുറയുന്നു. ആ രണ്ട് പോയിന്റ് ക്ലിയർ ആണല്ലോ. ഈ ഒരു ഫ്ലെക്ഷനെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ എൽബോ ആൻഡ് ഫോർ ആം ഫ്ലെക്ഷൻ. ഈ ഒരു ഫ്ലെക്ഷനാണ്. അവിടെ നിന്ന് പറയുകയാണെങ്കിൽ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോർ ആം ആൻഡ് ആം ഡിക്രീസ് ആസ് അൾന മൂവ് ടുവേർഡ്സ് ദ ഹ്യൂമറസ് ബോൺ. മനസ്സിലായല്ലോ. പിന്നെ നമുക്കറിയാം എക്സ്റ്റൻഷൻ്റെ ഇതിലോട്ട് വരികയാണെങ്കിൽ എക്സാം നോക്കുകയാണെങ്കിൽ എൽബോ ആൻഡ് ഫോർ ആം എടുക്കുന്നു. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോർ ആം ആൻഡ് ദ ആം ഇൻക്രീസ് ആസ് അൾന മൂവ് എവേ ഫ്രം ദ ഹ്യൂമറസ് ബോണിന്. എന്നാൽ ഹ്യൂമറസ് ബോണിൽ നിന്നും അകന്ന് പോകുന്ന രീതിയിൽ വരുന്ന ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റൻഷൻ എന്ന് പറയാം. മറ്റേ പോയിന്റിൽ ഫ്ലെക്ഷൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഹ്യൂമറസ് ബോൺസിൻ്റെ അടുത്തോട്ടായിട്ട് നമ്മുടെ അൾന വരുന്നതായിരിക്കും. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ ആം ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ എടുക്കുക. അതായത് ദ ആംഗിൾ ഓഫ് ഹ്യൂമറസ് ഓഫ് ആം ആൻഡ് സ്കാപ്പുല ബോൺ ഡിക്രീസ് ആസ് ആംസ് മൂവ് ആൻറ്റീരിയർലി. ആ ഒരു പൊസിഷനെയാണ് നമുക്ക് ഫ്ലെക്ഷൻ എന്ന് പറയാം. ഇവിടെ ഷോൾഡർ ആൻഡ് ആം ഫ്ലെക്ഷനിൽ പറയാം. ഇനി അത് എക്സ്റ്റൻഷൻ എടുക്കുകയാണെങ്കിലോ ദ ആംഗിൾ അറ്റ് ഹ്യൂമറസ് ഓഫ് ആം ആൻഡ് സ്കാപ്പുല ഇൻക്രീസ് ആംസ് മൂവ് പോസ്റ്റീരിയർലി. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വേറെ എക്സാമ്പിൾ പറയാം റിസ്റ്റ് ആൻഡ് ഹാൻഡ് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളായിട്ട് പറയാൻ നമ്മുടെ ഫിംഗർ ആൻഡ് ഡിജിറ്റ് ഫ്ലെക്ഷനും പറയാം, എക്സ്റ്റൻഷനും പറയാം. ഇന്റർ ഫലാഞ്ചിയൽ ജോയിൻറ്റ്സ് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. നമ്മുടെ കാലിൻ്റെ അവിടുത്തെ ഫലാഞ്ചിയൽ ബോൺസിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സിൽ ഉണ്ടാകുന്നതാണ് ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും എടുത്തെടുക്കാം. ഈ ഹിപ്പ് ആൻഡ് തൈ എക്സ്റ്റൻഷൻ ഫ്ലെക്ഷനും എടുക്കാം. സോ ഇത്രയും നിങ്ങൾക്ക് ആംഗുലർ മൂവ്മെൻറ്റ്സിൽ ഉണ്ടാകുന്ന ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും വരുന്ന എക്സാമ്പിൾസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഫ്ലെക്ഷനാണ്. ലാറ്ററൽ ഫ്ലെക്ഷൻ പറഞ്ഞാൽ എന്തായിരുന്നു, ഈസ് മൂവ്മെൻറ്റ് ഓഫ് ട്രങ്ക് സൈഡ് വേസ് ടു ദ ലെഫ്റ്റ് അറ്റ് ദ വേസ്റ്റ്. നമ്മുടെ മൂവ്മെൻറ്റ് ഓഫ് ദ ട്രങ്ക് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിക്കും റൈറ്റിക്കും തിരിയുന്നു. ആ ഒരു ഫ്ലെക്ഷനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ലാറ്ററൽ ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് അഡക്ഷൻ. അഡക്ഷൻ പറഞ്ഞിട്ടേ ഉള്ളൂ ദ മൂവ്മെന്റ് ഓഫ് ദ ബോൺ ടുവേർഡ്സ് ദ മിഡ് ലൈൻ. മിഡ് ലൈൻ എടുക്കുകയാണെങ്കിൽ മിഡ് ലൈനോട് ചേർന്ന് വരുന്ന മൂവ്മെന്റിനെയാണ് മിഡ് ലൈൻ അഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. അബ്ഡക്ഷൻ എന്താണ്, ഈസ് മൂവ്മെന്റ് ഓഫ് ബോൺ എവേ ഫ്രം ദ മിഡ് ലൈൻ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഫസ്റ്റ് നമ്മൾ ഗ്ലൈഡിംഗ് മൂവ്മെന്റ് പഠിച്ചു, പിന്നെ സെക്കൻഡ് വൺ ഈസ് ദ ആംഗുലർ മൂവ്മെന്റ്സ് പഠിച്ചു. അതിൽ നമ്മൾ ഫ്ലെക്ഷൻ പഠിച്ചു, എക്സ്റ്റൻഷൻ പഠിച്ചു, ലാറ്ററൽ ഫ്ലെക്ഷൻ പഠിച്ചു, അഡക്ഷൻ ആൻഡ് അബ്ഡക്ഷൻ. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, റൊട്ടേഷനിലോട്ട് പോവുകയാണ്. റൊട്ടേഷൻ എന്താണ് പറയുന്നത്, a bone revolves around its own longitudinal axis. In medial rotation, anterior surface of a bone of limb is turned towards the midline. In lateral rotation, the anterior surface of the bone of limb is turned away from the midline. ഇവിടെ പറയുന്നത് മീഡിയൽ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മിഡ് ലൈൻ എടുക്കുക. മിഡ് ലൈനിൽ അകന്ന് നിൽക്കുന്ന
ഈ ഒരു മൂവ്മെൻറ്റ്സിനെയാണ് എന്ന് പറയുന്നത് ലാറ്ററൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം പിന്നെ അടുത്തതാണ് സ്പെഷ്യൽ മൂവ്മെൻറ്റ്. ദീസ് ഒക്കർ ഓൺലി അറ്റ് സർട്ടൈൻ ജോയിൻറ്റ്സ്. എക്സാമ്പിൾ പ്രൊനേഷൻ, സുപ്പൈനേഷൻ അറ്റ് റേഡിയോ അൾനാർ ജോയിൻറ്റ്സ്, പ്രൊട്രാക്ഷൻ ആൻഡ് റിട്രാക്ഷൻ അറ്റ് ടെമ്പോറോ മാൻഡിബുലാർ ജോയിൻറ്റ്സ്. ഈ ഒരു സ്പെഷ്യൽ മൂവ്മെൻറ്റ്സ് നമുക്ക് സർട്ടൈൻ ജോയിൻറ്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒക്കെ ചെയ്യത്തുള്ളൂ. എക്സാമ്പിളായിട്ട് ഈ റേഡിയോ അൾനാർ ജോയിൻറ്റ്സിൽ നടക്കുന്ന പ്രൊണേഷനും സുപ്പൈനേഷനുമാണ്. ടെമ്പോറോ മാൻഡിബുലാർ ജോയിൻറ്റ്സ് നടക്കുന്ന ഈ ഒരു പ്രൊട്രാക്ഷനും റിട്രാക്ഷൻ മൂവ്മെൻറ്റ്സുമാണ് ഈ ഒരു സ്പെഷ്യൽ മൂവ്മെൻറ്റിൽ നടക്കുന്നത്. സോ സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നത് ഫ്ലാറ്റ് സർഫസിലാണ്. അതായത് ഇവിടെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ബാക്ക് ആൻഡ് ഫോർത്ത് ആൻഡ് ഫ്രം സൈഡ് ടു സൈഡ് ബോൺസ് ആണ്. നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. പിന്നെ ഈ ആർട്ടിക്കുലേറ്റഡ് ബോൺസിൽ ഈ ഒരു ആംഗിളിൽ വ്യത്യാസം കാണത്തില്ല. പിന്നെ നമ്മൾ പറഞ്ഞു രണ്ടാമതാണ് ആംഗുലാർ മൂവ്മെൻറ്റ്. ഇവിടെ ഈ ആർട്ടിക്കുലേറ്റഡ് ബോൺസിൽ എന്ത് ചെയ്യുന്നു, ആംഗിൾ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഫ്ലെക്ഷൻ വഴി ഉണ്ടാക്കുന്ന എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. പിന്നെ എക്സ്റ്റൻഷൻ എന്താണെന്ന് പറഞ്ഞു. ഈ ഒരു ബോൺസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു. പിന്നെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ലാറ്ററൽ ഫ്ലെക്ഷൻ, പിന്നെ അഡ്ഡക്ഷൻ, പിന്നെ പറഞ്ഞത് അബ്ഡക്ഷൻ. ഇത്രയും നമ്മൾ മൂന്നാമത്തെ ആയിട്ട് പോയി റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മീഡിയൽ റൊട്ടേഷൻ പറഞ്ഞു, ലാറ്ററൽ റൊട്ടേഷൻ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ് സ്പെഷ്യൽ മൂവ്മെൻറ്റ്സ്. അതായത് ഒരു സർട്ടൈൻ ജോയിൻറ്റ്സിൽ ഉണ്ടാകുന്ന മൂവ്മെൻ്റ് ആണ് ഈ ഒരു സ്പെഷ്യൽ മൂവ്മെൻറ്റ്സ്. അതായത് നമ്മൾ അതിനുള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു, സുപ്പൈനേഷനും പ്രൊണേഷനും പിന്നെ പ്രൊട്രാക്ഷനും റിട്രാക്ഷനും നടക്കുന്നതും. അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.